ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബട്ടൂര, പിന്നെ അതിന് വേണ്ട ഒരു കറി. സാധാരണ ബട്ടൂരയ്ക്ക് കടലക്കറിയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മളിന്ന് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി ഒരു കറി കൂടി തയ്യാറാക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുക്കാം. കൂടെ ഒരു 1.5 കപ്പ് ആട്ട, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു സ്പൂൺ റവ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ പഞ്ചസാര മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുഴയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 ഗ്ലാസ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരായിരിക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കൈകൊണ്ട് ഒന്ന് തിരുമ്മി കുഴയ്ക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ അത് കുഴച്ചെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് ഒന്ന് പദം വരുത്തി 1 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സമയം നമുക്ക് ഇതിനു വേണ്ട കറി തയ്യാറാക്കിയെടുക്കാം. ഒരു കുക്കറിലേക്ക് നമ്മൾ ഇതിന് വേണ്ട കറിക്കുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞെടുത്തത്, അതുപോലെ ഒരു ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞത്, ഒരു വലിയ സവാള, കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 3-4 പച്ചമുളക് നെടുവേക്കീറിയത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിലടിപ്പിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 1 സ്പൂൺ കടുക് പൊട്ടിക്കാനിടാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത് ശരിക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ആ സ്പൂൺ കൊണ്ട് ഉരുളൻകിഴങ്ങെല്ലാം അമർത്തി ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ 3-4 അടി കുക്കറിൽ അടിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ ബട്ടൂരയ്ക്കുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബട്ടൂരയുടെ മാവ് ഒന്ന് നോക്കാം. ബട്ടൂരയുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. ഇനി ഒരു ചപ്പാത്തി പലയിലേക്ക് ഓരോ ഉരുളയും വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. മൈദപ്പൊടിയിൽ മുക്കി പരത്താം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കത് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവ് ഭാഗം കണ്ട് നമ്മുടെ ഈ തവ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വീർത്ത് വരും. മറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. അതെടുക്കാം. ഇനി അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഓയിലിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിടണം, എന്നാലേ ശരിക്ക് വീർത്ത് വരുള്ളൂ. ഇതേപോലെ ഡിപ്പ് ചെയ്തിടുക. അപ്പോൾ അതൊക്കെ തവ കൊണ്ട് സെൻറ്റർ കണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഒത്തിരി കനം കുറച്ച് നമ്മൾ ബട്ടൂരയ്ക്ക് പരത്തരുത്, ചപ്പാത്തി പരത്തണ പോലെ പരത്തരുത്. നേരിയൊരു കനത്തിൽ വേണം പരത്താനായിട്ട്, എന്നാലേ ഇത്ര പെട്ടെന്ന് വീർത്ത് വരുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ നഖം കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോല് കൊണ്ടോ ഒന്നും ഈ പരത്തിയിരിക്കുന്ന മാവ് പൊട്ടി വരരുത്. അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പിടിക്കുന്ന എയർ പുറത്തേക്ക് പോകും, ബട്ടൂര വീർത്ത് വരില്ല. ഇത് റെഡിയായി കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം. നമ്മളിതിൽ ഗോതമ്പ് മാവാണ് കൂടുതൽ മിക്സ് ചെയ്തേക്കണത്, അതുകൊണ്ട് തന്നെ ഇത് വളരെ സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. എത്ര നേരം ഇരുന്നാലും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും മാറില്ല. ഇനി ബട്ടൂര ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടിയുടെ കൂടെ ആട്ടപ്പൊടിയും കൂടി ചേർക്കുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയൊന്ന് നോക്കുക, നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇതേപോലത്തെ കറിയും കൂടെ ഉണ്ടാക്കണം. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ തിന്നാത്ത കുട്ടികൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കഴിക്കും. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ നേരും മധുരിപ്പും ആ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആയിക്കഴിയുമ്പോൾ നല്ലൊരു രസമാണ് ബട്ടൂരയുടെ കൂടെ തിന്നാനായിട്ട്. ബട്ടൂരയുടെ കൂടെ മാത്രമല്ല, പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല രസമാണ് ഈ കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.